അമ്മ പറഞ്ഞ വാക്കാ. എനിക്ക് നാളെ കണ്ണിൻ്റെ ഒരു മഞ്ഞ വിത്തം വെച്ച പോലെ അങ്ങനത്തെ അന്ന് കളി. അതുകൊണ്ട് നീ ആഹാരം കഴിക്കും ഓർക്കത് കേട്ടില്ലേ? ആഹാരം എഴുന്നായാലും ആഹാരം കഴിക്കണം. ഹോട്ടലിൽ പോയാൽ നല്ല ഭക്ഷണം കിട്ടുമപ്പോൾ ശരിയാ അല്ലേ? അത് ശരി തന്നെയാണ്. പുറത്തുനിന്ന് ഓന്തം വെള്ളമായിരിക്കില്ലേ, അതിനേക്കാണ് നല്ല ഹോട്ടലിൽ അവനവന് കഴിയുന്നത്. ഞാൻ പറഞ്ഞു നിങ്ങൾ ഞാൻ ഇവളോട് ചോദിച്ചു, ഏതോ നിങ്ങൾ പോകുമ്പോൾ എന്തെങ്കിലും ദേഷ്യമുണ്ട്? ഒന്നുമില്ല. ഞാൻ പറഞ്ഞു പിന്നെ ചെക്കനിങ്ങനെ കളിക്കുന്നതിൻ്റെ കളി. ചെക്കനിങ്ങനെ കളിക്കുന്ന കൊതുക. കൊതുവേനടാ പോയി. കൊതു പോയില്ലേ? ഞാനാ വിചാരിച്ച കറുപ്പാന്ന് എന്നിട്ട് തൊട്ടോക്കാൻ പോയി. അങ്ങനത്തെ എല്ലാം തമാശ എഴുതി നമ്മൾ വരുത്തി. അവൾക്ക് പിന്നെയും പറയുന്നത് കേട്ട് ഇത് അവൾക്ക് അങ്ങനെ കൊല്ലം നിന്ന് നമ്മുടെ പരിയെല്ലാം എടുത്ത് അങ്ങനെ നിൽക്കുമ്പം പറഞ്ഞ് രാവണ വാസം അല്ല, അവൾക്ക് രാവണ വാസമില്ല. മാധു ചേച്ചി പറഞ്ഞാണേ, എനിക്കല്ലേ പൊടി വന്നില്ലെന്നെല്ലാം പറയുന്നത് കേട്ട് മോളെ, ആ പൈസ എനിക്ക് താകും മോളെ, ഈ സ്ഥലം എനിക്ക് എഴുതിത്തരാം, നിങ്ങൾക്ക് എഴുതിത്തരാമെന്ന് അന്നേരം നാരായണിയും പറഞ്ഞു അങ്ങനെ ചേച്ചി നമുക്കത് എടുക്കാം എന്ന് പറഞ്ഞു. നാരായണിയും ഞാനും കൂടി എടുത്ത സ്ഥലമായിരുന്നു. അതിനാണ് കണ്ടയാൾ വന്നാൽ നമുക്ക് അതില്ലല്ലോ, പരിചയമില്ലല്ലോ. പരിചയമുണ്ടോ? റോഡില്ലല്ലോ. ഇന്നിപ്പോൾ എന്തിട്ടാ റോഡ് നമുക്ക് ഈ സ്ഥലം എടുത്തോണ്ടോ? അങ്ങനെ എടുത്തതായത് കേട്ടാ. എൻ്റെ അമ്മ ഒരു പുല്ല് വരിക്കാനില്ലേനും എൻ്റെ അമ്മയാണ് എന്നോട് പറയുന്നത്. തെറ്റിൻ്റെ മോഞ്ചായി ഇതുവരെ കാലത്തിലെടുക്കുന്നത് എന്നാ ചോദിച്ചത്. പിന്നെ അങ്ങനത്തെ എല്ലാം കൊണ്ടാണ് ഞാൻ നിൽക്കുന്നു. എന്നിട്ട് എന്നാ എനിക്ക് എന്നാടാ നമ്മളെന്തിനാ വിട്ടു കൊടുക്കുന്നത്? നമുക്ക് ബോധമില്ലേ? എനിക്കെല്ലാം ഇന്ന ബോധമുണ്ട്, എനിക്ക് ബോധം കുറഞ്ഞു. എന്നിട്ട് ഞാൻ അങ്ങനെ മുനാശിക്കില്ലാന്ന് വിചാരിച്ചിട്ട് പോകുന്നതാണ്. അത്ര മുനാശിക്കൊന്നും വേണ്ട. ഞാൻ എൻ്റെ ജീവൻ ഉണ്ടിടത്തോളം കാണുന്ന അയച്ചിട്ടാണ് ഞാൻ ഇതുവരെയും കഴിഞ്ഞില്ല. പക്ഷേ ഇപ്പോൾ സുചി വെച്ചിട്ട് തരുന്നു തിന്നുന്നു. അതാണ് എൻ്റെ തെറ്റ്. അതിന് ഞാനൊരു പൈസ എല്ലാം വെച്ചിന് പോലെ 3 കൊല്ലത്തെ അണ്ടി രാഘവൻ പറഞ്ഞ് നീ പൊറുക്കി കേച്ചി, നീ ചാവോളം നീ പൊറുക്കിക്കോന്ന് പറഞ്ഞു. 3 കൊല്ലത്തെ അണ്ടി ഞാൻ പൊറുക്കിയിരുന്നു. നാരായണി പോകുമ്പോൾ പോകുന്നവരെ ഓളാന്ന് പൊറുക്കിയിട്ട് ആദ്യം അന്നേരം അണ്ടി ആയില്ല, അങ്ങനെ ഓളാന്ന് കൊണ്ടുപോവുക. പിന്നെ പറഞ്ഞാടേ നീ കൊണ്ടുപോകണേ അണ്ടി എന്ന് പറഞ്ഞിട്ട് പിന്നെ രാഘവൻ കൊണ്ടുപോയില്ല. എന്നിട്ട് പിന്നെ നാരായണി പോകുന്നവരെ ഓള